അല്ല, പിണറായി വിജയൻ്റെ ഭാവി അധോഗതിയായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് CPM-ൻ്റെ ഒരു രീതി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അധികാരം ഉള്ളിടത്തോളം കാലം എല്ലാവരും കാല് നോക്കി നിൽക്കും. ദ മൊമെൻറ്റ് നിങ്ങളുടെ നിന്ന് അധികാരം പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ആ നക്കിയ കാലിട്ട് തന്നെ ചവിട്ടും. അധികാരം പോയാൽ പിന്നെ സ്വാമ്പ് ചെയ്യും, പിന്നെ അങ്ങോട്ട് ചമ്മന്തിയാക്കി ചതച്ചെടുത്ത് തുപ്പിക്കളയും. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ നിന്ന് അധികാരം പോയി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ ഇല്ല. അതാണ് ഒന്ന്. രണ്ട്, പിണറായി വിജയൻ്റെ അധികാരം പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് തമ്മിലടിയാവും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ണൂർ പാർട്ടി എടുത്ത് നോക്ക്. കണ്ണൂർ പാർട്ടിയിൽ പിന്നെ MP ഗോവിന്ദൻ്റെ ഒരു സെറ്റ്, EP ജയരാജൻ്റെ ഒരു സെറ്റ്, P ജയരാജൻ്റെ ഒരു സെറ്റ്, പിന്നെ PK ശ്രീമതിയുടെ ഒരു സെറ്റ്, ശൈലജ ടീച്ചറിൻ്റെ ഒരു സെറ്റ്. യാദവകുലം പോലെ ഇത് തമ്മിലടിച്ച് നശിച്ചു പോകും. ഇനി ഞാൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ബദൽ സംവിധാനം ഇവിടെ വരും. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ, ഇവരെല്ലാവരും ജയിക്കും. അവരുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ പുതിയൊരു സാധനം ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൂടായില്ല. ഞാനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പം പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം കാണാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ UDF ചിലപ്പോൾ സുധാകരനെ മന്ത്രിയാക്കി നിൽക്കും. അതെ, മന്ത്രിയാകരിക്കാൻ പറ്റില്ല, കാരണം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഉണ്ട്. പിന്നെ RMPക്കാർ അവർ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ധ്രുവീകരിച്ചിട്ട് ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.